ശനിയാഴ്ച താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പത്തനാപുരം താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രക്ഷോഭവുമായി എത്തിയത്. ഇതിന് ഇവിടെ വെച്ച് നടപടി ഉണ്ടാവണം. മറ്റൊരു കാര്യങ്ങളുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ കഴിഞ്ഞ ഹർത്താൽ ദിവസം വെള്ളം പമ്പ് ചെയ്തില്ല. 28 പമ്പിംഗ് ജീവനക്കാരുണ്ട്. ഒരാൾ പോലും വെള്ളം പമ്പ് ചെയ്യാൻ വന്നില്ല. അവിടെ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. രാഷ്ട്രീയവും സമരം നടത്താനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പമ്പ് ചെയ്യാതെ വെള്ളം പമ്പ് ചെയ്യാതെ പുനലൂർ പട്ടണത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്തത്. യോഗം ആരംഭിച്ച നിമിഷങ്ങൾക്കകം കരിക്കത്തിൽ പ്രസേനൻ, ജയപ്രകാശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഹാളിൽ പ്രവേശിച്ചു. യോഗത്തിന്റെ അധ്യക്ഷയായിരുന്ന വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലത രാജീവന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഹാളിൽ കുത്തിയിരുന്ന ഇവർ മുദ്രാവാക്യം വിളിച്ചു. പുനലൂർ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നമായിരുന്നു വിഷയം. കഴിഞ്ഞ 5 വികസന സമിതി യോഗത്തിലും കോൺഗ്രസ് പ്രവർത്തകർ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് വികസന സമിതി യോഗം ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും പ്രക്ഷോഭവുമായി എത്തിയതെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി. 30,000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന 20-ലധികം പമ്പ് ഓപ്പറേറ്റർമാരുണ്ടായിട്ടും കഴിഞ്ഞ ഹർത്താൽ ദിവസം വെള്ളം വിതരണം ചെയ്തില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരം വിശദീകരണം നൽകിയ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ മറുപടി പ്രതിഷേധാർഹമാണെന്നും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നും ആരോപിച്ച് ബഹളം ആരംഭിച്ചു. 1 മണിക്കൂറോളം തഹസീൽദാരെ തടഞ്ഞുവച്ച് യോഗ നടപടികൾ തടസ്സപ്പെടുത്തി. പുനലൂർ എസ്.ഐ ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ നന്നേ പാടുപെട്ടു. ഒടുവിൽ നഗരസഭാ വൈസ് ചെയർമാനും തഹസീൽദാരും എസ്.ഐയും സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ സമരക്കാരിൽ നിന്നും 2 പേരും തഹസീൽദാരും മുനിസിപ്പൽ അധികൃതരും വാട്ടർ അതോറിറ്റി ജീവനക്കാരും അടങ്ങുന്ന സംഘം പമ്പിംഗ് നടപടികളും വെള്ളം മുടങ്ങുന്ന സാഹചര്യവും നേരിട്ട് സന്ദർശിച്ച് പഠിച്ച നടപടി കൈക്കൊള്ളാം എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.